ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. യുഎയിലെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്തൊരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യന്റെ ആൻസറുമായിട്ടാണ് വന്നിട്ടുള്ളത്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്തെന്ന്, അതെടുത്താലാണോ DH എടുത്താലാണോ ജോലി സാധ്യത കൂടുതലുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഹാർഡ് എന്ന് പറഞ്ഞാണ് നമ്മൾ DOH എന്ന് പറയുന്നത്. എന്താ പറയാ, അബുദാബിയിലേക്കും അല്ലെങ്കിൽ അലൈൻ ആ ഭാഗങ്ങളിലേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ആണ് ഹാർഡ് അല്ലെങ്കിൽ DOH എന്ന് പറയുന്നത്. പിന്നെ DH എന്ന് പറഞ്ഞാൽ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാം. അതെന്ന് പറഞ്ഞാൽ ദുബായിൽ മാത്രമേ ആ DH ഉണ്ടെങ്കിൽ നമുക്ക് ദുബായിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ലൈസൻസ്. ഇവർ ചോദിച്ചിട്ടുള്ളത് ഏതിലാണ് ജോബ് സാധ്യത, ഏതെടുത്താലാണ് ജോബ് സാധ്യത കൂടുതൽ എന്നുള്ളത്. അത് ആസ് പെർ നൗ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസും ഇവിടെ നിങ്ങളെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് കൂടുതലാണ്. അതിപ്പോ ഏത് എമിറേറ്റ്സിലാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ അബുദാബിയിലും വേക്കൻസികൾ ഉണ്ട്, അവിടെയും കുറെ ഹോസ്പിറ്റലുകൾ ഉണ്ട്, അതേപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലും ക്ലിനിക്കും ഒക്കെ ഉണ്ട്. പക്ഷെ ക്ലിനിക്ക് കമ്പയറിങ് ടു ദുബായിൽ അത്ര ക്ലിനിക്ക് ഞാൻ അബുദാബിയിൽ കണ്ടിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇപ്പൊ അബുദാബിയിലും കുറെ ക്ലിനിക്കുകളും ടൗൺ ഏരിയയിലൊക്കെ കുറെ ക്ലിനിക്സുകൾ ഉണ്ട്, ഹോസ്പിറ്റലുകളും ഉണ്ട്, കുറെ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട്, ഗവൺമെന്റും ഉണ്ട്. പക്ഷെ എന്ത് വേണം, എക്സ്പീരിയൻസ് എന്തായാലും വേണ്ടതാണ്. പിന്നെ അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നല്ല ഉണ്ടെങ്കിൽ ജുമേറ 2 ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ക്ലിനിക്സുകൾ ഉണ്ട്. അവിടെയൊക്കെ ഫ്രഷേഴ്സിനെ സാധാരണ വണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ചില ക്ലിനിക്സിൽ ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇറങ്ങിപ്പോയി അന്വേഷിക്കുക തന്നെ വേണം. അവിടെ കുറെ ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ക്ലിനിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെയും കുറെ ക്ലിനിക്സുകൾ ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ ക്ലിനിക്സ് ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൊടുത്തു കഴിഞ്ഞാൽ ചാൻസ് ഏറ്റവും കൂടുതലുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിനിക്സിലൊക്കെ ഫ്രഷേഴ്സിന് ചാൻസ് കൂടുതലുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ അധികം എക്സ്പീരിയൻസ് ഉള്ളതും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതർ GCCയിലൊക്കെ വർക്ക് ചെയ്തവർക്കും മുൻഗണന കൂടുതലുണ്ട് കേട്ടോ. അബുദാബിയിൽ ഉണ്ട്, പക്ഷെ കമ്പയറിങ് ടു ദുബായിന്റെ അനുസരിച്ച് അത്ര മോർ ക്ലിനിക്സുകളൊന്നും അബുദാബിയിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അബുദാബിയിൽ ക്ലിനിക്സും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അങ്ങനെ ഹ്യൂജ് ആയിട്ടുള്ള ക്ലിനിക്സും കാര്യങ്ങളൊന്നുമില്ല. ചാൻസ് ലെസ് ആണ് ഫ്രഷറായിട്ട് വരുന്നവർക്ക്. ദുബായിലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതായിരുന്നു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ദുബായിൽ ട്രൈ ചെയ്യുമായിരിക്കും ഒന്നും കൂടി ബെറ്റർ. നിങ്ങൾക്ക് ഇനി അബുദാബി അലൈൻ ആ ഭാഗത്താണ് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ട്രൈ ചെയ്യാം. പക്ഷേ അവിടെ ലെസ് ചാൻസ് ആണ് ഉള്ളത് കേട്ടോ. പക്ഷെ ഹോം കെയർ ആണെങ്കിലും അവിടെ എടുക്കുന്നുണ്ട്, പക്ഷെ ലെസ് ചാൻസ് ആണ്. എക്സ്പീരിയൻസ്, ഇവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വൺസ് ഇവിടെ ദുബായിൽ DH എഴുതി വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാദിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അബുദാബി അലൈൻ ആ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഹാദിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് എന്താക്കാം, അബുദാബി അവിടേക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലോ ക്ലിനിക്കിലേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങോട്ട് വേണമെങ്കിൽ മാറാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ.